നമസ്കാരം. അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ വാർത്തകൾ പുറത്തുവരികയാണ്. ഈ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരിൽ ഏതാണ്ട് 50ഓളം UK പൗരന്മാർ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഒരുപക്ഷെ ഇതിൽ കൂടുതൽ UK പൗരന്മാർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇനിയും ലഭ്യമായിട്ടില്ല. ഏതായാലും UK പൗരന്മാരെ 50 പേർ വിമാനത്തിലെ യാത്രക്കാരായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അധികൃതർ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിമാനത്തിലെ യാത്രക്കാരനായിരുന്ന ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ്. അദ്ദേഹത്തിന് വിമാനാപകടത്തിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അപകടത്തെ തുടർന്ന് അഹമ്മദാബാദ് വിമാനത്താവളം അടച്ചു എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായ സ്ഥിതിക്ക് മറ്റ് രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും കൂടായി വേണ്ടിയാണ് ഇപ്പോൾ വിമാനത്താവളം അടച്ചിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ മേഖലയിൽ അപകടം ഉണ്ടായ മേഖലയിലെ റോഡുകളുമൊക്കെ തന്നെ ഇപ്പോൾ അധികൃതർ അടച്ചിരിക്കുകയാണ്. വിമാന അപകടത്തിൽപ്പെട്ട പരിക്കേറ്റവരെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും അവിടെ സർക്കാർ ചെയ്തു കഴിഞ്ഞു. പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും അതുപോലെ NDRFിൻ്റെ സംഘവും എല്ലാം തന്നെ സ്ഥലത്തെത്തി ഇക്കാര്യത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഗുജറാത്ത് പോലെയുള്ള വലിയൊരു സംസ്ഥാനം സംബന്ധിച്ചിടത്തോളം അവിടെ നിരവധി ആശുപത്രികളും മറ്റെല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഇക്കാര്യത്തിലേറെ ആശ്വാസകരമായ കാര്യങ്ങളിലൊന്ന്. ഗുജറാത്ത് സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ഏകോപനത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി യാത്രക്കാരെ രക്ഷിക്കുക, അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സർക്കാർ മുൻഗണന നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് വൻതോതിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിമാനം തകർന്നു വീണ ജനവാസ മേഖലയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ മറ്റെന്തെങ്കിലും ദുരന്തങ്ങളുണ്ടായി അല്ലെങ്കിൽ ഏതെങ്കിലും ആൾനാശമോ മറ്റോ ഉണ്ടായതായി ഇനിയും റിപ്പോർട്ടൊന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ആശ്വാസകരമായ കാര്യം. വിമാനത്തിൻ്റെ വലിയൊരു ഭാഗം തകർന്നു വീണത് ഈ ഒരു ഫ്ലാറ്റിന് സമീപമാണ് എന്നാണ്. ഏതായാലും ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നഷ്ടം തന്നെയാണ്. അവരുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള വലിയൊരു വിമാന ദുരന്തമുണ്ടാകുക എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനൊക്കെ തന്നെ ഇത് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. എങ്കിൽ പോലും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി തന്നെ കേന്ദ്ര സർക്കാരുമായി ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെയാണ് ഗുജറാത്ത് സർക്കാർ. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏകോപനം വഹിച്ചുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരും വളരെ സജീവമായി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. എത്രയും വേഗം ആളുകളെ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യം. വിമാനത്തിൽ 242 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ കൂടുതൽ പേർക്ക് പരിക്കേറ്റിരിക്കാനൊക്കെയുള്ള സാധ്യത, അല്ലെങ്കിൽ പൊള്ളേറ്റ് ഇരിക്കാനുള്ള സാധ്യതയൊക്കെ തന്നെ വളരെ കൂടുതലാണ്. ഏതായാലും വളരെ ദ്രുതഗതിയിൽ തന്നെയാണ് ഗുജറാത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്.